അപ്പം ഞാനൊരു ഡോക്ടറാണ്. അപ്പം എനിക്ക് ആൾക്കാരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ക്ലാസ്സുകൾ എടുത്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ യൂട്യൂബ് ചാനൽ പുതിയതായിട്ട് തുടങ്ങി. അപ്പം ഇതിൻ്റെ അകത്തൂടെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ എനിക്ക് ആൾക്കാരുടെ അടുത്ത് പറയാം. എനിക്ക് പറയേണ്ടുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാനായിട്ട് പറ്റും. അപ്പം എനിക്ക് ഇനി പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ഇനിയുള്ള കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സ്കൂളുകളിൽ ഇങ്ങനെ അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുക. വീട്ടിലാണെങ്കിൽ തന്നെയും രക്ഷിതാക്കൾ പിള്ളേരുടെ ഇടയ്ക്ക് കുറച്ചും കൂടെ നമ്മൾ പിള്ളേരിലേക്ക് ഇറങ്ങി ചെന്ന് അവരുടെ മാനസികാവസ്ഥകളൊക്കെ മനസ്സിലാക്കുക. അല്ലെങ്കിൽ അങ്ങനെ നമ്മളോട് പറയാനൊരു കുട്ടി മടിക്കുന്നുണ്ടെങ്കിൽ സ്കൂളിൽ ചെന്ന് ടീച്ചേഴ്സിനോട് പറഞ്ഞു ടീച്ചേഴ്സിൻ്റെ അടുത്ത് അങ്ങനെ ഒരു ബോണ്ട് ഉണ്ടാക്കി എടുക്കാനായിട്ട് നിങ്ങൾക്ക് പേരൻസുമായിട്ട് സംസാരിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഉള്ള ഗാർഡിയൻസ് ആണെങ്കിൽ ഇപ്പോൾ അമ്മയ്ക്കും അച്ഛനും നോക്കാൻ പറ്റാതെ ചില വീടുകളിൽ ഗാർഡിയൻസ് ആയിരിക്കും നോക്കുന്നത്. അങ്ങനെ ആകുമ്പം ഈ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കറിയാം എൻ്റെ കുഞ്ഞിനെ നോക്കിയത് എൻ്റെ അച്ഛനും അമ്മയുമാണ്. അപ്പം നമ്മുടെ ഒരു നഖം കൊണ്ടാണെങ്കിൽ കുഞ്ഞിൻ്റെ ദേഹത്തൊരു പാട് വന്നു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും ചോദ്യം ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്ത് ചോദിക്കുക കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യില്ല. പക്ഷേ ഇങ്ങനെ ഇപ്പം ഈ ഒരു സമൂഹത്തിൽ നമ്മളിങ്ങനെ വേറെ ഐസൊലേറ്റഡ് ആയിട്ട് താമസിക്കുന്നത് നമ്മുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്ത് നമ്മൾ പിള്ളേരെ കൊണ്ടുവന്ന് ആക്കണില്ല. അപ്പോൾ അവർക്ക് തമ്മിലൊരു ബോണ്ടിങ് ഇല്ല. അതൊക്കെ ഇതിൻ്റെ അകത്തുള്ളൊരു വലിയ ഇഷ്യൂ ആണ്. പിന്നെ പല മാനസികാവസ്ഥയുള്ള ആൾക്കാരുണ്ട് സൊസൈറ്റിയിൽ. ഇപ്പം ആ കൊച്ചിൻ്റെ അടുത്ത് എന്താ ഇങ്ങനെ സ്നേഹം. ഇപ്പം ഞാനൊരു അമ്മയാണ്, ഞാനൊരു പെൺകുഞ്ഞിൻ്റെ അമ്മയാണ്. അപ്പം നമുക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ടാവും. അവർക്കൊക്കെ മക്കളോട് ഭയങ്കര ബോണ്ടിങ് ആയിരിക്കും. നമ്മൾ പ്രസവിച്ച് നമ്മൾ 10 മാസം കൊണ്ട് നടന്ന് ആ ഗർഭത്തിനെ കൊണ്ട് നടന്ന് അതൊരു കുഞ്ഞായി വന്ന് നമ്മൾ അതിനെ കാണുമ്പം അതിൻ്റെ സന്തോഷം അതിൻ്റെ കൂടെ ജീവിച്ചിങ്ങനെ പോകുമ്പം നമുക്കുണ്ടാവുന്ന ഒരു ഫീലിംഗ് ഉണ്ട്, ഒരു അമ്മയെന്ന് പറഞ്ഞൊരു ഫീലിംഗ്. അതങ്ങനെ ഇല്ലാത്ത പല ആൾക്കാരും ഉണ്ടാവും. അത് ഓരോരുത്തരുടെ മാനസികാവസ്ഥ അവരത് കടന്നുപോയ സിറ്റുവേഷനോ ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇപ്പം ഞാൻ ഏതെടുത്താലും എല്ലാവരും ആ അമ്മേനെ അച്ഛനെ അങ്ങ് കുറ്റം പറയുകയാണ്. അപ്പം ഞാനിപ്പോൾ ഇപ്പം ഞാനൊരു ഡോക്ടറാണ്. അപ്പോൾ വേറൊരാളുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമ്മൾ അവരോടൊരു കൗൺസിലിംഗ് കൂടെ പോയാൽ അല്ലെങ്കിൽ അവർ ചെയ്ത കുറ്റം എന്താണ്, അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല. അവരെന്തെല്ലാം ബുദ്ധിമുട്ടുകളൂടെ കടന്നു പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് ഒരാളെ എടുത്ത് റിയാക്ട് ചെയ്തിട്ട് ചുമ്മാ ഇങ്ങനെ ലൈക്ക് മേടിച്ചിട്ട് കാര്യമില്ല. അപ്പം എന്താണെങ്കിലും അമ്മയും അച്ഛനും ചെയ്തത് തെറ്റ് തന്നെയാണ്. അവർ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ അതോ മനഃപൂർവ്വമാണോ, അത് വല്ലാത്ത ഒരു തെറ്റ് തന്നെയാണ്. കർമ്മയെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെങ്കിൽ അവർക്ക് തിരിച്ച് അത് കിട്ടിയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ നിയമവ്യവസ്ഥയും അവർക്ക് മതിയായ ശിക്ഷ കൊടുക്കണമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. അപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ നമ്മൾ ചുമ്മാ കയറി റിയാക്ട് ചെയ്തിട്ട് ആൾക്കാരുടെ ഇടയ്ക്ക് ഒരു ഓളം ഉണ്ടാക്കാനല്ല. എനിക്കിതിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവയർനെസ് കൊടുക്കുക. ഇനി ഇതുപോലൊരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കരുത്. അപ്പം എനിക്കതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്, അവയർനെസ് ക്ലാസ്സുകൾ എടുത്ത് ഇത് കണക്ക് യൂട്യൂബ് പ്ലാറ്റ്ഫോമുകൾ വന്നിട്ട് അതിൻ്റെ അകത്ത് ആൾക്കാരുടെ ഇടയിൽ ബോധവൽക്കരണം ഉണ്ടാക്കുക. അത് മാത്രമേ എനിക്കിതിൽ ചെയ്യാൻ പറ്റൂ. നമ്മൾ അവിടെ എടുത്ത് ഒരുപാട് ചീത്ത വിളിച്ചിട്ടൊന്നും അങ്ങനൊന്നും വന്നിട്ട് ഒരു കാര്യമില്ല. കാര്യം മരിക്കേണ്ടുള്ള കുഞ്ഞ് മരിച്ചു. പിന്നെ കേസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കേസ് അന്വേഷണത്തിൽ ഇരിക്കുന്ന ഒരു കാര്യം നമ്മൾക്ക് അങ്ങനെ ഒതുക്കി എടുത്ത് റിയാക്ട് ചെയ്തിട്ടും കാര്യമില്ല. പിന്നെ ഒരാളെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ ലൈക്കുകളും കാര്യങ്ങളും കിട്ടുമായിരിക്കും. എനിക്ക് അങ്ങനെ അതിനോട് താല്പര്യമില്ല. ഞാൻ സൗമ്യമായിട്ടൊന്നും നമുക്ക് എന്താണ്